പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, നമ്മൾ ഇന്ന് ആത്മോപദേശ ശതകം 39 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു. അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം വിരതിവരാ വിഷമാവിശേഷമൊന്നിത്തരമിവ രണ്ടു തരത്തിലായിടുന്നു. അരുളിയ ശക്തികളെ തുടർന്ന് രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷം ഏകം വിരതിവരാ വിഷമാവിശേഷം ഒന്നിത്തരമിവ രണ്ടു തരത്തിലായിടുന്നു. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. അരുളിയ, മുകളിൽ പറഞ്ഞ ശക്തികളെ തുടർന്ന്, രണ്ടു ശക്തികളെ തുടർന്ന് വരുന്ന രണ്ടാം പിരിവ്, രണ്ടു പിരിവുകളിൽ കൂടി ഇവയിൽ, ഈ പിരിവുകളിൽ ഏകം ഒന്ന്, സമതൻ വിശേഷം സമയുടെ വിശേഷമാണ് ഒന്ന്, വേറൊന്ന് വിരതിവര അന്തമില്ലാത്ത വിഷമാവിശേഷം അന്യയുടെ വിശേഷമാണ്. ഇത്തരം, ഇങ്ങനെ രണ്ടു തരത്തിലാണ് ഇവ പിരിവുകൾ ആയിരിക്കുന്നത്. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. മുകളിൽ പറഞ്ഞ രണ്ടു ശക്തികളെ തുടർന്നു വരുന്ന രണ്ടു പിരിവുകൾ കൂടി ഉണ്ട്. ഈ പിരിവുകളിൽ ഒന്ന് സമയുടെ വിശേഷമാണ്, വേറൊന്ന് അന്തമില്ലാത്ത അന്യയുടെ വിശേഷമാണ്. ഇങ്ങനെ രണ്ടു തരത്തിലാണ് പിരിവുകൾ ആയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് ഒന്ന് കടക്കാം. സമ എന്ന ശക്തിയെക്കുറിച്ചും അന്യ എന്ന ശക്തിയെക്കുറിച്ചും ഒരു ഏകദേശ വിവരണം നമ്മൾ കഴിഞ്ഞ 3 പദ്യങ്ങളിലായി മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ? എന്നാൽ കുറച്ചുകൂടി വ്യാപ്തിയിൽ അറിവിന്റെ ഈ ശക്തികളെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. സമയ്ക്കും അന്യയ്ക്കും സാമാന്യം വിശേഷം എന്ന തരത്തിൽ വീണ്ടും ഒരു ഉപവിഭജനം ആവശ്യമായി വന്നിരിക്കുന്നു. സാമാന്യം എന്നാൽ എല്ലാറ്റിനെയും ഒന്നിച്ചെടുത്ത് പറയുന്നതിനെയാണ്. സാമാന്യം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും ഒന്നിച്ചെടുത്ത് പറയുന്നത്. വിശേഷം എന്നാൽ അതിലേതെങ്കിലും ഒന്നിനെ പ്രത്യേകിച്ചെടുത്ത് പറയുന്നതിനെയാണ്. ഇപ്പോൾ വാഴ എന്നത് ഒരു സാമാന്യ പദമാണ്. ഇതിൽ തന്നെ പൂവൻ വാഴ, കദളി വാഴ, കണ്ണൻ വാഴ എന്നിവ വിശേഷ പദങ്ങളാണ്. വിശേഷങ്ങൾ ചേർന്നാണ് സാമാന്യം ഉണ്ടാകുന്നത്. എന്നാൽ ചിലപ്പോഴൊക്കെ സാമാന്യവും വിശേഷമായി തീരാൻ ഇടയുണ്ട്. അതെങ്ങനെയെന്ന് വെച്ചാൽ, വൃക്ഷം എന്ന സാമാന്യത്തെ എടുക്കുകയാണെങ്കിൽ അനേക വൃക്ഷങ്ങളിൽ ഒന്നാണല്ലോ വാഴ. അപ്പോൾ വാഴ വിശേഷമായി തീരുന്നു. എല്ലാ സാമാന്യങ്ങളുടെയും സമാനാധികരണമായിരിക്കുന്നത് ഒന്നാണ്, അതായത് അറിവെന്ന വിവക്ഷ. അപ്പോൾ സമയെ തന്നെ സാമാന്യ സമ വിശേഷ സമ എന്നും അന്യയെ തന്നെ സാമാന്യ അന്യ വിശേഷ അന്യ എന്നും പിരിച്ചു പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് സമയെ തന്നെ സാമാന്യ സമ വിശേഷ സമയെന്നും അന്യയെ തന്നെ സാമാന്യ അന്യ വിശേഷ അന്യ എന്നും പിരിച്ചു പറയുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. സജ്ജനങ്ങളായ ആത്മസഹോദരരെ, 39 മന്ത്രത്തിന്റെ ലഘുവായ വ്യാഖ്യാനമാണ് നമ്മളിവിടെ നടത്തിയത്. അടുത്ത മന്ത്രവുമായി അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.